നമുക്ക് ചെയ്ത് വരുമ്പോൾ ഒരു എക്സ്പീരിയൻസ് കൊണ്ടും പിന്നെ നമുക്ക് തന്നെ തോന്നില്ല ചിരി കിട്ടണേ അവിടെ ഒരു ക്ലോസോടെ വേണം, അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു വൈഡ് ലോങ് ഷോട്ട് എടുത്തേക്കാം, എന്നാൽ എന്ന് നമുക്ക് തന്നെ തോന്നും. ആ ഒരു തോന്നലാണ് നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് ഉണ്ടാകുന്നതായിരിക്കും ഒരുപാട്. പിന്നെ ഞാൻ കൂടുതലും വർക്ക് ചെയ്തിരിക്കുന്നത് തമാശ സംവിധായകരോടാണ്. തുളസിദാസ് സാറായാലും താകച്ചേട്ടനായാലും ജോസ് തോമസ് ആയാലും ജോസേട്ടനായാലും നിസാർക്കായാലും എല്ലാവരും തമാശയുടെ വ്യക്താക്കളാണ്. അപ്പോൾ അതുകൊണ്ട് അവരിലൂടെ വന്നുകൊണ്ട് എനിക്കത് സാധിച്ചിട്ടുണ്ട്. എപ്പോഴും ഞാൻ വർക്കൗട്ട്, പ്രത്യേകിച്ച് മോശം ആദ്യത്തെ സിനിമയായിരുന്നുകൊണ്ട് കൊച്ചു കുട്ടികൾക്ക് പോലും ഇത് മനസ്സിലാവണമെന്ന് എപ്പോഴും ആഗ്രഹിക്കും. മനസ്സിലാകാത്ത സിനിമയാണെന്ന് എനിക്ക് ഇഷ്ടമാണ്. ഒരു സീൻ ഒരു ചിരി പോലും മിസ്സാകരുതെന്ന് ആഗ്രഹിക്കും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിൽ കൂടുതൽ ചിരി കിട്ടുകയും ചെയ്യും. നമ്മൾ ഒരിക്കലും തിയേറ്റർ ചിരിക്കുക എന്ന് പറഞ്ഞ സാധനങ്ങൾ ചിലപ്പം തിയേറ്ററിൽ ചിരി വന്നാകുന്നുണ്ട്. പിന്നെ അശോക് ഞാൻ പറയാം, എനിക്ക് ഞാൻ എപ്പോഴും പറയാനുള്ളത് ഇവരെ പോലുള്ള ആർട്ടിസ്റ്റുകളെ വെച്ച് സിനിമ എടുക്കാൻ സാധിച്ചാണ് എൻ്റെ ചിരിക്ക് ബലം കൂട്ടിയത്. ഈസി ബിഹേവിങ് അല്ലേ, നമ്മൾ വിചാരിക്കുന്നതിൻ്റെ 10 ഇരട്ടി കിട്ടും.